യെസ്. എന്തൊക്കെ എക്യുപ്മെന്റ്സുകളാണ്? വാഷിംഗ് മെഷീൻ, okay, washing machine, hand iron, dryer, distribution trolley, air compressor, sewing machine, etc. are some of the commonly used equipment in the laundry. Common ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. Yes, washing machine, hand iron, dryer, distribution trolley, air compressor, sewing machine, etc. are some of the commonly used equipment in laundry. Okay. ഇനി soil or contaminated laundry handling എങ്ങനെയാണ്? അതായത് soiled ആയിട്ടുള്ള മെറ്റീരിയൽസ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? Handling is very vital for the safety and well-being of patients and staff എന്നാണ് കേട്ടോ. ഇവിടെ പേഷ്യൻസ് എന്നാക്കണേ, ഡെൻസ് എന്നാണ് കിടക്കുന്നത് അവിടെ. Patients and staff. എന്താണ് സോയിൽ മെറ്റീരിയൽസ് പ്രത്യേകിച്ചും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലൗണ്ടറീസ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വളരെയധികം എന്താണ് ആ പേഷ്യൻസിന്റെയും സ്റ്റാഫുകളുടെ ഒക്കെ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ട് വേണം അത് കൃത്യമായിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട്. Linen that comes in a contact with workers or individuals can become contaminated with the injuries, microorganism and body fluids. അപ്പൊ അതായത് എന്താണ് പ്രത്യേകിച്ച് ലിനനിലെ ഏത് തരത്തിലുള്ള മലിന വസ്തുക്കളായിരിക്കും കൂടുതലായിട്ട് പെടുന്നത്? എന്തൊക്കെയായിരിക്കും വരുന്നത്? ബ്ലഡ്, ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ, ദെൻ ഇഞ്ചുറീസിൽ നിന്ന് സംഭവിക്കുന്ന മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ അതൊക്കെ ആയിരിക്കും, അതുമൂലമായിരിക്കും ആ ലിനൻ കണ്ടാമിനേറ്റഡ് ആവുന്നത് അല്ലെ, മലിനമാകപ്പെടുന്നത്. Personal protective equipments must be worn when infection is handled. അപ്പൊ പ്രത്യേകം എന്താണ് PPE എന്തായാലും മസ്റ്റ് ആയിട്ട് വെയർ ചെയ്തിരിക്കണം. ഇൻഫെക്ഷൻസ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് PPE യൂസ് ചെയ്തിരിക്കണം. All infected linen must be washed separately to other items. അപ്പൊ എല്ലാ ലിനൻസും എന്തായിരിക്കണം, പ്രത്യേകിച്ച് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് എന്ത് ചെയ്യണം, നമ്മള് സെപ്പറേറ്റ്ലി അത് വാഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ്. അപ്പൊ അങ്ങനെയാണ് സോൾഡ് കണ്ടാമിനേറ്റഡ് ലൗണ്ടറി പ്രത്യേകം കൈകാര്യം ചെയ്യുന്നത്. വളരെയധികം സുരക്ഷിത പേഷ്യൻസിനും സ്റ്റാഫുകളുടെ ഒരേപോലെ സുരക്ഷിതത്വം ഉറപ്പാക്കിയിട്ട് വേണം അത് കൃത്യമായി ഹാൻഡിൽ ചെയ്യുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് PPE വെയർ ചെയ്തിട്ടായിരിക്കണം എന്ത് സോൾഡ് ആൻഡ് കണ്ടാമിനേറ്റഡ് ലൗണ്ടറീസ് ഹാൻഡിൽ ചെയ്യുന്നത്. നിങ്ങൾ താഴെയുള്ള പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കി. ഒരു മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൗണ്ടറി കളക്റ്റഡ് എന്നുള്ളത് ഒന്ന് വായിക്കാം.
Okay, Vaisho. What are the different types of laundry collected? Yes. ഏതൊക്കെയാണ് types of laundries ആണ് കളക്ട് ചെയ്യുന്നത്? ഒന്ന് യൂസ്ഡ് ലിനൻ, സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ, റിട്ടേൺ ലിനൻ. ഓക്കെ, യൂസ്ഡ് ലിനൻ നോക്കി ഏതൊക്കെയാണ് യൂസ്ഡ് ലിനനിൽ വരുന്നത്? This type of linen has been used in patient care but is not apparently stained. അതായത് യൂസ്ഡ് ലിനൻ എന്ന് പറയുമ്പോൾ ഈ ടൈപ്പിൽ എന്തൊക്കെ വരുന്നത്? യൂസ് ചെയ്തതായിരിക്കാം, പക്ഷെ പ്രത്യക്ഷത്തിൽ എന്തായിരിക്കും അത് ടെയിൻ ആയിട്ടുണ്ടാവില്ല, കറയൊന്നും ആവാത്ത തരത്തിലായിരിക്കും അല്ലെ. പേഷ്യന്റ് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ എന്താണ് ടെയിൻഡ് ആയിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, സോയിൽഡ് ലിനൻ എന്താണ്? This type of linen has been contaminated or tainted as they come in contact with the blood, body fluids, sashes or excretions or other items. സോയിൽഡ് ലിനൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമാക്കപ്പെട്ട വസ്ത്രങ്ങൾ അല്ലെ. അതിലെന്തായിരിക്കും? എന്തൊക്കെ ആയിട്ടുണ്ടാവും? കറയായിട്ടുണ്ടാവും, അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലൂയിഡ്സ്, ബോഡി ഫ്ലൂയിഡ്സ്, സ്പേഷ്യൻസ് ഓർ എക്സ്ക്രീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റ് മാലിന്യങ്ങൾ അല്ലെ. മറ്റ് വിസർജ്യങ്ങള് എന്താണ് പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് മലിനമാക്കപ്പെട്ട ലിനൻ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, പിന്നെ ഇൻഫെക്റ്റഡ് ലിനനിൽ എന്താണ്? ഇൻഫെക്റ്റഡ് ലിനനില് ഇൻഫെക്ഷൻസ് ഉള്ളത് അല്ലെ. This type of linen can be used or soiled line but from a patient with a known or suspected infections. എന്തെങ്കിലും തരത്തിലുള്ള എന്താണ് അണുബാധയായിട്ടുള്ള കാര്യം, എന്തെങ്കിലും തരത്തിലുള്ള അണുബാധകൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് യൂസ് ചെയ്ത ലിനനിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്റ്റഡ് മെറ്റീരിയൽസിൽ വീണ ലിനൻ ടൈപ്പ് ആയിരിക്കാം എന്തിൽ വരുന്നത്? ഇൻഫെക്റ്റഡ് ലിനൻ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. Theater linen. Theater linen used in operation theater or surgical procedures. Theater linen എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഓപ്പറേഷൻ തിയേറ്റേഴ്സിലും അതുപോലെ തന്നെ എന്താണ് സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ ഉപയോഗിക്കുന്നതാണ് തിയേറ്റർ ലിനൻ ക്ലോത്ത്സിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, 3 കാറ്റഗറിയാണ്. ഒന്ന് യൂസ്ഡ് ലിനൻ, സോയിൽഡ് ലിനൻ, ഇൻഫെക്റ്റഡ് ലിനൻ, തിയേറ്റർ ലിനൻ. ഓക്കെ, 4 ടൈപ്സ് മനസ്സിലായോ? Okay. Yes, should be safe from potentially infectious materials as well as for good hygiene practice. You should always use gloves when handling taint or contaminated laundry and should remove to change to clean gloves before handling clean laundry. അപ്പോൾ എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മള് കൃത്യമായിട്ടുള്ള ഹൈജീനിക് പ്രാക്ടീസസുകൾ എന്താണ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. വൃത്തിയായിട്ട് കൈകൾ വൃത്തിയായിട്ട് കഴുകണം. സേഫ്റ്റി ഉറപ്പ് വരുത്തിക്കൊണ്ട് വേണം ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് മെറ്റീരിയൽസുകൾ ഉപയോഗിക്കാനായിട്ട്, കൈകാര്യം ചെയ്യാനായിട്ട്. യു ഷുഡ് ഓൾവേസ് യൂസ് ഗ്ലൗസ്. പ്രത്യേകിച്ച് എന്താണ് നമ്മള് പ്രത്യേകം ഗ്ലൗസ് PPE വെയർ ചെയ്തിരിക്കണം അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഇത്തരം വേസ്റ്റ് മെറ്റീരിയൽസിൽ എടുക്കുന്ന സമയത്ത് എന്തായാലും ഗ്ലൗസ് ധരിച്ചിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഓക്കെ, or contaminated laundry should remove to change to clean gloves before handling clean laundry. പിന്നീട് ആ ലൗണ്ടറി ക്ലീൻ ചെയ്തതിനു ശേഷം എന്താണ് ഗ്ലൗസ് ഇട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം ഗ്ലൗസുകൾ പിന്നീട് ചേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, അത് ഉപയോഗിച്ചതിന് ശേഷം അത് കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, yes. If a person has a contagious diseases എന്തെങ്കിലും പകർച്ചവ്യാധികൾ ഉള്ളവരാണെങ്കിൽ, if a person has a contagious diseases or is on contact with patients,
Clothes should be washed separately. എന്തെങ്കിലും അണുബാധയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും പകർച്ചവ്യാധികളുടെ പേഷ്യന്റ് ആണെങ്കിൽ എന്താണ് അദ്ദേഹത്തിന്റെ ഡ്രസ്സിൽ എന്താണ് ക്ലോത്ത്സിൽ പ്രത്യേകം സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ വാഷ് ചെയ്തിരിക്കണം. മാത്രമല്ല അത് വാഷ് ചെയ്തതിനു ശേഷം എന്താണ് വാഷിംഗ് മെഷീൻ മസ്റ്റ് ദെൻ ബി ഡിസിൻഫെക്റ്റഡ് ആഫ്റ്റർ വാഷിംഗ്. ആ മലിനമായ ആ ക്ലോത്ത്സ് ക്ലീൻ ചെയ്തതിനു ശേഷം വാഷിംഗ് മെഷീൻ എന്താണ് കൃത്യമായിട്ട് ഡിസിൻഫെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം ആഫ്റ്റർ വാഷ് ചെയ്തതിന് ശേഷം. ഓക്കെ, ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? യെസ്. അതായത് കണ്ടീജിയസ് ഡിസീസസ് അല്ലെങ്കിൽ പകർച്ചവ്യാധി ഉള്ള ഒരു പേഷ്യന്റിന്റെ ഡ്രസ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. വാഷ് ചെയ്തതിനു ശേഷം വാഷിംഗ് മെഷീൻ എന്താണ് ഡിസിൻഫെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, യെസ്. അടുത്തത് സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻസ്. സെപ്പറേറ്റ് കളക്ഷൻ ഓഫ് ഇൻഫെക്റ്റഡ് ലിനൻസ് നോക്കാം. All linens after use should be collected in each department or ward and segregated into potentially effective and non-potentially infected. Place changed linen into a clearly labeled and leak-proof container. Bag buckets in the patient care area. Staff who collect, handle, dispose or transport soil linen are at high risk. ഇനി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കളക്ട് ചെയ്യും? എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? അത് മിക്കവാറും നമ്മൾ കളക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഓരോ ഡിപ്പാർട്ട്മെന്റ്സിൽ അല്ലെങ്കിൽ വാർഡിൽ നിന്നായിരിക്കും അത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെപ്പറേറ്റ് ചെയ്തായിരിക്കും ഓരോ വാർഡിൽ നിന്നോ ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ മറ്റ് ഏരിയാസിൽ നിന്നോ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ദെൻ ഈ കളക്ട് ചെയ്ത ഡ്രസ്സുകൾ എന്താ ചെയ്യുന്നത്? അതായത് ടെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ അല്ലെങ്കിൽ പ്രൂഫ് കണ്ടെയ്നേഴ്സിൽ അല്ലെങ്കിൽ ബാഗോ ബക്കറ്റ്സോ ലേബിൾ ചെയ്തിട്ടുള്ള ബാഗോ ബക്കറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതിലേക്കായിരിക്കും അത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നത്. എങ്ങനെയുള്ള ലിനൻസ്? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻസ് അല്ലെ, ബക്കറ്റ്സിലോ ബാഗിലോ ആയിരിക്കും അത്. അതായത് ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സിലേക്ക് അത് മാറ്റും. ഇത് പേഷ്യന്റ് കെയർ ഏരിയാസ്. അപ്പൊ ഓരോ പേഷ്യന്റ് കെയർ ഏരിയാസിൽ എന്തായിരിക്കും ആ ഒരു ബക്കറ്റോ ബാഗ്സോ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിലേക്കായിരിക്കും നമ്മൾ ഇൻഫെക്റ്റഡ് ലിനൻസ് മാറ്റേണ്ടത്. Yes. In the patient care area, staff who collect, handle, dispose or transport soil linen are at high risk. എന്താണ് ഇത്? റിസ്ക് കൂടിയ ഒരു ഡ്യൂട്ടി ആണോ ഇത്? ഇൻഫെക്റ്റഡ് ലിനൻസ് കൈകാര്യം ചെയ്യുന്നത്? യെസ് ആണ് അല്ലെ? അതായത് പ്രത്യേകം ഹാൻഡിൽ ചെയ്യുക, ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത് വളരെയധികം മലിനമായ വസ്തുക്കൾ, മലിനമായിട്ടുള്ള ക്ലോത്ത്സുകൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു, ഡിസ്പോസ് ചെയ്യുന്നത്, അത് കളക്ട് ചെയ്യുന്നതൊക്കെ എന്താണ് വളരെയധികം സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ അതിന് വേണ്ട പ്രിക്കോഷൻസ് ഒക്കെ സ്വീകരിച്ചിട്ട് വേണം എന്താ സ്റ്റാഫുകൾ അത് കൈകാര്യം ചെയ്യാനായിട്ട്. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഓരോ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നോ വാർഡിൽ നിന്നോ ആയിരിക്കും ഇത്തരത്തിലുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ലിനൻസ് കളക്ട് ചെയ്യുന്നത്. അത് പ്രത്യേകം സെപ്പറേറ്റ് ചെയ്യുകയും വേണം. അത് എവിടെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത്? ലേബൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ലീക്ക് പ്രൂഫ് കണ്ടെയ്നേഴ്സിലെ ബാഗിലോ ബക്കറ്റ്സിലോ ആയിരിക്കണം അത് ഡിസ്പോസ് ചെയ്യുന്നത്. സ്റ്റാഫുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് കളക്ട് ചെയ്യുന്നതും അത് ഹാൻഡിൽ ചെയ്യുന്നതും ഡിസ്പോസ് ചെയ്യുന്നതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും എന്താണ് ഏറ്റവും ഹൈ റിസ്ക് കൂടിയ ഒരു പ്രോസസ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, then sanitizing and washing machines. Sanitizing washing machines in order to prevent cross contamination. Every washer be sanitized at least once a day. അപ്പൊ നമ്മൾ പ്രത്യേകമായിട്ടാണ് വാഷിംഗ് മെഷീൻ ഡിസിൻഫെക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? കാരണം കണ്ടാമിനേഷൻ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അവിടെ വാഷ് ചെയ്യുന്നതാണ്. അപ്പോൾ എവറി വാഷ്, ഓരോ വാഷ് കഴിയുന്നതിനനുസരിച്ച് എന്താണ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഡേ അതെന്ത് ചെയ്യണം? സാനിറ്റൈസ് ചെയ്തിരിക്കുക, അത് സാനിറ്റൈസ് ചെയ്ത് ഡിസിൻഫെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, sanitizing washing machines in order to prevent cross contamination. Every washer be sanitized at least once a day. Okay.
ആ രീതിയിലായിരിക്കണം പ്രത്യേകിച്ച് എല്ലാ വാഷിംഗ് മെഷീൻസും എല്ലാ എക്യുപ്മെന്റ്സിലും കൃത്യമായിട്ട് എന്താണ് സാനിറ്റൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെയും പറയാത്തത് ഇതൊക്കെ കുറച്ചുകൂടി എളുപ്പമുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് പിന്നെയും പറയാത്തത് കേട്ടോ. മനസ്സിലാവുന്നില്ല നിങ്ങൾക്കത്? ആ then linear distribution system. linear distribution system എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് മൂന്ന് സിസ്റ്റം അവിടെ പറയുന്നുണ്ട്. ഏതൊക്കെയാണ്? 3 സിസ്റ്റത്തിലൂടെയാണ് ലിനൻ ഡിസ്ട്രിബ്യൂട്ട് വിതരണം ചെയ്യപ്പെടുന്നത്. ഒന്ന് സെൻട്രലൈസ്ഡ് സിസ്റ്റം ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ് ഉണ്ട്, മിക്സ്ഡ് ലിനൻ സർവീസസ് ഉണ്ട്. 3 സർവീസസ് ആണ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നത്. സെൻട്രലൈസ്ഡ് ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ്, മിക്സ്ഡ് ലിനൻ സർവീസസ്. ഓരോന്ന് എന്താണെന്ന് നോക്കാം. Centralized linen distribution system എന്താണ്? Issuing of linen and linen circulation is usually controlled by the central role. This facilitates a better control over the staff. എന്താണ് centralized linen distribution system എന്ന് പറയുന്നത്? ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഓരോ ലിനൻസും ഇഷ്യൂ ചെയ്യുന്നതും അതിന്റെ സർക്കുലേഷൻ നടത്തുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതും ഒരു സെൻട്രൽ റൂം ആയിരിക്കും അല്ലെ. ഒരു കേന്ദ്രീകൃതമായ ഒരു വിതരണ സംവിധാനത്തിലൂടെ ആയിരിക്കും എന്ത് ലിനൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. അതിനൊരു ബെറ്റർ കൺട്രോൾ ഉണ്ടായിരിക്കും അല്ലെ. എല്ലാ സ്റ്റാഫുകൾക്കും ബെറ്റർ കൺട്രോളിലായിരിക്കും അത് സെൻട്രൽ റൂം ആയിരിക്കും അത് പൂർണ്ണമായി കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, സെൻട്രലൈസ്ഡ് ലിനൻസ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആണ്. അത് ഓരോ ലിനൻസും ഇഷ്യൂ ചെയ്യുന്നതും സർക്കുലേറ്റ് ചെയ്യുന്നതും ഓരോന്നും കൃത്യമായ രീതിയിൽ നിയന്ത്രിച്ച് ആ സെൻട്രൽ റൂമിലായിരിക്കും അതെല്ലാം കളക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അതായത് കേന്ദ്രീകൃത ലിനൻ വിതരണ സംവിധാനം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നു അല്ലെ. കേന്ദ്രീകൃത ലിനൻ വിതരണ സംവിധാനം. ഓക്കെ, സെൻട്രൽ റൂം ആണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഓക്കെ, അടുത്തത് പറയട്ടെ, ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസ്. ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ്. മറ്റത് എങ്ങനെയായിരുന്നു? സെൻട്രലൈസ്ഡ് ആണ്. ഇത് ഡീസെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് കേന്ദ്രീകൃതമായിട്ട് അല്ലെ. അതെന്താ ചെയ്യുന്നത്? സർവീസ് അണ്ടർ ദ സിസ്റ്റം ദ ഡിഫറെന്റ് യൂണിറ്റ്സ് സച്ച് ആസ് വാർഡ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എക്സ്ട്രാ അലോട്ടഡ് വിത്ത് need quotas of linen articles. എന്താണ് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ് എന്ന് പറയുന്നത്? പ്രത്യേകമായിട്ട് ഏതൊക്കെ ഡിഫറെന്റ് യൂണിറ്റ്സിൽ നിന്നായിരിക്കും എന്താ ഈ ലിനൻ സർവീസസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? എവിടേക്കാണ്? ഒന്ന് ഓപ്പറേഷൻ വാർഡ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, സോറി വാർഡ് കോമ ഉണ്ട് കേട്ടോ അവിടെ. വാർഡ് ഓപ്പറേഷൻ തിയേറ്റേഴ്സ് എക്സെട്ര അലോട്ടഡ് ടു, അവർക്കാണ് പ്രത്യേകമായിട്ട് ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ അതായത് ആവശ്യത്തിന് നീഡ് കോട്ടാസ് ഓഫ് ലിനൻ, അതായത് ആവശ്യത്തിനനുസരിച്ചിട്ടാണ് എത്ര വീതം കോട്ടാസ് ഉദ്ദേശിക്കുന്ന എത്ര വീതം ലിനൻസ് ആവശ്യമായി വരുന്നു അത് പ്രത്യേകമായിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഡിഫറെന്റ് യൂണിറ്റ്സ് ഏരിയാസുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഒന്ന് വാർഡിലും ഒന്ന് ഓപ്പറേഷൻ തിയേറ്റേഴ്സിലും ആയിരിക്കും ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസസ് സിസ്റ്റം ഉപയോഗിച്ച് ക്ലോത്ത്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സെൻട്രലൈസ്ഡ് പറഞ്ഞു, ഡീസെൻട്രലൈസ്ഡ് പറഞ്ഞു. ഇനി മിക്സ്ഡ് ലിനൻ സർവീസസ്. മിക്സ്ഡ് ലിനൻ സർവീസസ് എന്താണ് വരുന്നത്? ലിനൻ സപ്ലൈ ടു certain special areas. ചാപ്റ്റർ ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് ചാപ്റ്റർ തീരാറായിടോ? ഒരു പേജും കൂടി ഉള്ളൂ. എന്ത് പറ്റി? ക്ലാസ്സിൽ കയറി വരുന്നത് എന്ത് പറ്റി? കുറെ ദിവസങ്ങളായെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ഓക്കേടോ. യെസ്, മാറിയോ വന്നിട്ട് സൗമ്യ? ഓക്കെ, യെസ്, മിക്സ്ഡ് ലിനൻ സർവീസസ്. ഓക്കെ, യെസ്, linen supply to certain special areas are done on the basic decentralization.
but the rest of the areas follow centralized linen supplies. The linen used in our hospital services make huge effect on the quality of care provided. Every hospitals need to have a have 6 sets of linen for each bed. മിക്സഡ് ലിനൻ സർവീസസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈ രണ്ട് സിസ്റ്റം കൂടിയിട്ട് എന്താണ് കൂടി ചേർന്നുകൊണ്ടുള്ളതായിരിക്കും. സെൻട്രലൈസ്ഡും ഡീസെൻട്രലൈസ്ഡും കൂടി ചേർന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ ഏരിയാസിലായിരിക്കും അതിന് സപ്ലൈസ് വരുന്നത് അല്ലെ. ലിനൻ സപ്ലൈ സർട്ടൺ സ്പെഷ്യൽ മിക്സ് ചെയ്തിട്ട് അല്ലെ. മിക്സഡ് ലിനൻ സർവീസ് എന്ന് പറയുമ്പോൾ സെൻട്രലൈസ്ഡ് സിസ്റ്റം വരുന്നുണ്ട്, ഡീസെൻട്രൽ സിസ്റ്റം ലിനൻ സർവീസും കൂടി ചേർന്നുകൊണ്ടാണ് ആ ഒരു സർവീസസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. This the linen supplies used to our hospital services make a huge effect on quality of care provided. Every hospital needs to have 6 sets of linen for each bed. ഇവിടെ പറയുന്നത് എന്താണ്? ഓരോ ഹോസ്പിറ്റലിലെ നീഡ് അനുസരിച്ചിട്ട് ഓരോ ബെഡിൽ എത്ര സെറ്റ്സ് വേണമെന്നാണ് പറയുന്നത്. 6 സെറ്റ്സ് ഓഫ് ലിനൻ ആവശ്യമായിട്ട് വരില്ല. 6 സെറ്റ് ലിനൻ ആയിരിക്കും ഓരോ ബെഡ്സിലും ആവശ്യമായി വരുന്നത്. അപ്പൊ 6 സെറ്റ് എന്ന് പറഞ്ഞാൽ എത്രയൊക്കെ ഉണ്ടാവും? 6 sets of linen rotation for one inpatient bed at a time. ഒരു ഇൻപേഷ്യന്റിന് അറ്റ് എ ടൈമില് 6 sets of linen ആവശ്യമായി വരുന്നത്. അതായത് 6 സെറ്റ് എന്ന് പറയുമ്പോൾ ഒരു സെറ്റിൽ എത്ര ഉണ്ടാവും? ഒരു ഷീറ്റും ഒരു പില്ലോ കവറും ആയിരിക്കും. അപ്പൊ 6 സെറ്റിൽ എത്ര ഉണ്ടാവും? 6 ഷീറ്റും 6 പില്ലോ കവേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഒരു സെറ്റിൽ എങ്ങനെയാണ് വരുന്നത്? ഒരു ഷീറ്റ് പ്ലസ് ഒരു പില്ലോ കവർ. അപ്പൊ 6 ഷീറ്റ് എന്ന് പറയുമ്പോൾ 6 സെറ്റ് എന്ന് പറയുമ്പോൾ 6 ഷീറ്റ് ഉണ്ടായിരിക്കും, 6 പില്ലോ കവേഴ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് അത് മിക്സഡ് ലിനൻ സർവീസസിൽ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ലിനൻസിന്റെ റൊട്ടേഷൻ എങ്ങനെയാണ്, ഈ ക്ലോത്ത്സ് എങ്ങനെയൊക്കെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ 6 സെറ്റ്സിന്റെ കാര്യം പറഞ്ഞില്ലേ. ഓക്കെ, അപ്പൊ അതെങ്ങനെയൊക്കെയാണ് അതിന്റെ റൊട്ടേഷൻ വരുന്നത്? ഇനി 2 sets for wash. 2 sets for wash. One bed sheet on the way to the laundry, while one sheet's already in laundry's washing cycle. എന്താണ്? ഒരെണ്ണം എവിടെ ഉണ്ടായിരിക്കും? ഒരെണ്ണം ലൗണ്ടറി മെഷീൻസിൽ ഉണ്ടായിരിക്കും, ഒരെണ്ണം എന്താണ് വാഷിംഗ് സൈക്കിളില് ഉണ്ടായിരിക്കുന്നതാണ്. 2 sets വാഷ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് അല്ലെ. 2 sets for wash. രണ്ടെണ്ണമെങ്കിൽ എന്താണ് വാഷ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. One bed sheet and on the way to the laundry, while one sheet already in laundry's washing cycle. ഓക്കെ, അപ്പൊ 2 സെറ്റ് വാഷ് ചെയ്യണം. പിന്നെന്താണ്? 2 sets in uses. അടുത്ത എന്താണ്? 2 സെറ്റ് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? 2 set in use. 2 സെറ്റ് യൂസ് ചെയ്യണം. എങ്ങനെയാണ്? One bed sheet should already be on the bed, while one should be ready to be used. ഒരെണ്ണം യൂസ് ചെയ്യുന്നത് ഉണ്ടായിരിക്കും, ഒരെണ്ണം അവിടെ തന്നെ യൂസ് ചെയ്യാത്തതും എന്താണ് യൂസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ 2 സെറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കും, 2 എന്താണ് വാഷ് ചെയ്യുന്നതിനും. 2 sets സ്റ്റോക്കിൽ ഉണ്ടായിരിക്കും അല്ലെ. 2 സെറ്റ് എവിടെ ഉണ്ടായിരിക്കും? സ്റ്റോക്കിൽ ഉണ്ടായിരിക്കും. അതൊന്ന് വായിച്ചു നോക്കിയ റൊട്ടേഷൻ.
ഓക്കെ. ഓക്കെ, റൊട്ടേഷൻ എങ്ങനെയാണ് വരുന്നത് ബെക്സിന്റെ? ലിനൻ റൊട്ടേഷൻ എങ്ങനെയാണ് വരുന്നത്? സെറ്റ് ഓഫ് ലിനൻ റൊട്ടേഷൻ ഫോർ വൺ ഇംപേഷ്യന്റ് ബെഡ് അറ്റ് എ ടൈം. ഒരു സെറ്റില് വൺ ഷീറ്റ് then one pillow covers. ഇനി റൊട്ടേഷൻ എങ്ങനെയാണ്? 2 സെറ്റ് ഫോർ വാഷ്, അല്ലെ 2 സെറ്റ്സ് വാഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും then 2 സെറ്റ്സ് ഇൻ യൂസ് ഇൻ ആൻഡ് 2 സെറ്റ് ഇൻ സ്റ്റോക്ക്. ഓക്കെ, ആ ഒരു രീതിയിലാണ് ഹോസ്പിറ്റലില് ലിനൻ റൊട്ടേഷൻ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലായോ? റൊട്ടേഷൻ രണ്ടെണ്ണം എപ്പോഴും സെറ്റ്, 2 സെറ്റ്സ് എപ്പോഴും സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി നമുക്ക് ലിനൻ സർവീസസിന്റെ ചാലഞ്ചസ് എന്തൊക്കെയാന്ന് നോക്കാം കേട്ടോ. ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്, ഇതൊക്കെ എക്സാമിന് വരുമോന്നോ? വരുത്താലോ? ഇതൊക്കെ വന്ന എളുപ്പമല്ലേ? ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമല്ലേ? ഇതൊക്കെ ഇവിടെ പാട്. ആ, വെരി ഗുഡ്. ഇതൊക്കെ ഈസി അല്ലേ? ഇനി നമുക്ക് ചാലഞ്ചസ് നോക്കാം കേട്ടോ. എന്തൊക്കെ ഫേസ് ചെയ്യുന്നു, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് അത്? ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസസ് വെല്ലുവിളികളാണ്. ഡിപ്പാർട്ട്മെന്റ് ഫേസസ് സം മേജർ ചാലഞ്ചസ് ദേ ആർ. എന്തൊക്കെ വെല്ലുവിളികളാണ്? ഫസ്റ്റ് വരുന്നത് ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ്. ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ് എന്താണ്? ലോസ് ഓഫ് ലിനൻ ഓർ തെഫ്റ്റ് ലിനൻ നഷ്ടപ്പെടാം, അല്ലെങ്കിൽ മോഷണം പോകാം, അല്ലെ? ചില പേഷ്യൻസിന്റെ കൂടെ അഡ്മിറ്റ് ചെയ്യുന്ന ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ എന്താണ് ചിലപ്പോ മോഷ്ടിച്ചിട്ട് കൊണ്ടുപോകാറുണ്ട്, അല്ലെ? തുണിയൊക്കെ മടക്കി വെക്കുന്ന കൂട്ടത്തില് ഒരു ബെഡ്ഷീറ്റോ പില്ലോ ഒക്കെ നല്ലതുണ്ടെങ്കിൽ അത് കൊണ്ടുപോകും. അങ്ങനത്തെയുള്ള പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട്. അല്ലാതെ തന്നെ അത് മാത്രമായിട്ട് എടുക്കാൻ വരുന്ന കുറെ ആൾക്കാരുണ്ട്. അത് സ്റ്റാഫിന്റെ ഇടയിൽ തന്നെ ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തില് എന്താണ് മോഷണം പോയ വസ്തുക്കൾ ഉണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ചെയ്യാറില്ല, നിങ്ങൾക്ക് അറിയില്ല അതൊന്നും? അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ബൈസ്റ്റാൻഡേഴ്സ്. ഇപ്പൊ നല്ല ബെഡ്ഷീറ്റ്സ് ഒക്കെ ആണെങ്കിൽ അതൊക്കെ അങ്ങ് കൊണ്ടുപോകും, ഉപയോഗിക്കാത്തതൊക്കെ ആണല്ലേ. അപ്പൊ ഹോസ്പിറ്റലിൽ ഇപ്പൊ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ആരും അറിയുന്നില്ലല്ലോ. ചിലപ്പോ ചിലവര് ചെക്ക് ചെയ്യാൻ കൃത്യമായിട്ട്, അല്ലാത്തവരിപ്പോ ചെക്ക് ചെയ്യുന്നുണ്ട്, അവര് മാറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കും, അല്ലെ? ഇപ്പൊ ഷിഫ്റ്റിംഗ് കഴിഞ്ഞ നഴ്സസ്മാരൊക്കെ ആയിരുന്നെങ്കിൽ എന്താണ് അവരത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ മോഷണം പോകാം ഇൻ ചാൻസ് കേട്ടോ. പിന്നെ അടുത്ത ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, HAI അറിയാലോ? ഹോസ്പിറ്റൽ മൂലം ഉണ്ടാകുന്ന, ഹോസ്പിറ്റലിൽ നിന്നുണ്ടാകുന്ന ഇൻഫെക്ഷൻസ് മൂലം എന്താണ് ലൗണ്ടറീസ് ഡിപ്പാർട്ട്മെന്റ് എന്താണ് ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ട്, അല്ലെ? അതെങ്ങനെയായിരിക്കും ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റിന് ഒരു വെല്ലുവിളി ആവുന്നത്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ മൂലം എന്താണ് ലൗണ്ടറി സർവീസസിൽ എന്താണ് ഇൻഫെക്ഷൻസ് പടരാനുള്ള ചാൻസസ്, അല്ലെ? ഡിസീസസ് പടരാനുള്ള ചാൻസസ്, അല്ലെ? കൃത്യമായിട്ട് കൈകാര്യം ചെയ്തില്ലെങ്കിൽ എന്താണ് ആ ഡിപ്പാർട്ട്മെന്റിൽ മറ്റു തരത്തിലുള്ള ഇൻഫെക്ഷൻസ് പിടിപെടാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ടാമത്തേതാണ് എന്ത്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, HAI. അതൊരു ചാപ്റ്റർ ആയിട്ട് മുഴുവൻ പഠിച്ചവരല്ലേ നിങ്ങള്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ. യെസ്. പിന്നെ അടുത്ത ചാലഞ്ച് എന്താണ്? ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലൗണ്ടറി ഹൈജീൻ പ്രോസസ്. ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലൗണ്ടറി ഹൈജീൻ പ്രോസസ്. ഇതെന്താണ് അടുത്തൊരു ചാലഞ്ച്? എന്താ? ലാക്ക് ഓഫ് വെൽ ഡിഫൈൻഡ് ലൗണ്ടറി ഹൈജീൻ പ്രോസസ്. ഇപ്പൊ ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റിൽ കൃത്യമായ രീതിയിൽ ഒരു ഹൈജീൻ പ്രോസസ് ഇല്ലെങ്കിൽ എന്താണ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് വരാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെ? വെൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് അല്ല എങ്കിൽ എന്താണ് ലിനൻസിന്റെ ഒക്കെ ക്വാളിറ്റീസ് നഷ്ടപ്പെടുന്നു, അല്ലെ? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസുകളൊക്കെ യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു, അല്ലെ? പൂർണ്ണമായിട്ട് എന്താണ് കൃത്യമായ ഹൈജീനിക് അവിടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിന് തന്നെ എന്താണ് അതൊരു വലിയ ചാലഞ്ച് ആയിട്ട് മാറും. പിന്നെ ഹൈ കോസ്റ്റ്, അല്ലെ? നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന ഒരു ഏറ്റവും വലിയൊരു മറ്റൊരു വെല്ലുവിളിയാണ് ഹൈ കോസ്റ്റ്.
പിന്നെ ബ്രേക്ക് ഡൗൺ ഓഫ് ലൗണ്ടറി മെഷീൻസ്, കൂടുതൽ ചിലവും അതുപോലെ തന്നെ എന്താണ് ബ്രേക്ക് ഡൗൺ ഓഫ് ലൗണ്ടറി മെഷീൻസ്, അതായത് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ലൗണ്ടറി മെഷീൻസ് ഉപയോഗം കൂടുന്നത് മൂലം എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ സർവീസസിന് അവിടെ എന്താണ് അതവിടെ മുടങ്ങാനുള്ള ഒരു ചാൻസ് വരുന്നു. അത് എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജസ് സംഭവിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ അതാണ് ഈ 5 ചാലഞ്ചസ് ആണ് പ്രധാനമായിട്ട് ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഒന്ന്, ലോസ് ഓഫ് ലിനൻ ഓഫ് തെഫ്റ്റ്, hospital acquired infection, lack of well-defined laundry hygiene process, high cost, breakdown of laundry machines. Okay, 5 challenges ആണ് ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്നത്. അത് ക്ലിയർ ആണോ? Yes. Okay. Yes, last ഭാഗമാണ്. Hospital laundry services are thus responsible for providing safe, clean, ample and timely application of linen to user units of the hospital at the right time, right quality and right place. Every healthcare department has the aim of making sure their patients are comfortable and ultimately that they are safe and healthy. അപ്പൊ നമ്മളിപ്പോ മുഴുവൻ പഠിച്ചത് എന്താണ്? ഒരു ഹോസ്പിറ്റലിലെ ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളാണ് അല്ലെ. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുള്ളതായിരിക്കണം എന്നായിരിക്കും നമ്മൾ പഠിച്ചത്. അത് ലൗണ്ടറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെയധികം സേഫും ക്ലീനും ആംബിൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സർവീസസ് ആയിരിക്കണം ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത് അല്ലെ. അത് എങ്ങനെയുള്ളതായിരിക്കണം? യൂസർ യൂണിറ്റ്സ് ഓഫ് ഹോസ്പിറ്റൽ ഒക്കെ റൈറ്റ് ടൈമില് റൈറ്റ് ക്വാളിറ്റിയില് റൈറ്റ് പ്ലേസിൽ കൃത്യമായിട്ട് കിട്ടുന്ന രീതിയിലായിരിക്കണം ലൗണ്ടറി സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ്? എവറി ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് ഹാസ് the aim of making sure their patients are comfortable and ultimately that they are safe and healthy. ഓരോ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ്സിലും എന്താണ് അവരുടെ പേഷ്യൻസിന് അത്യന്തികമായിട്ട്, അതായത് എന്താണ് അവരെ ഭയങ്കര കംഫർട്ടബിൾ ആക്കുകയും അതുപോലെ തന്നെ എന്താണ് സുരക്ഷിതരും ആരോഗ്യപൂർണ്ണമുള്ള ഒരു രീതിയിലായിരിക്കണം, ആ ഒരു എൻവയോൺമെന്റ് ആയിരിക്കണം അവർക്ക്, ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം പേഷ്യൻസിന് പ്രത്യേകിച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഒരു കാര്യത്തിൽ ഉറപ്പുവരുത്തേണ്ടതാണ്. അതായത് പേഷ്യൻസിന് കംഫർട്ട് ആൻഡ് സേഫ് ആൻഡ് ഹെൽത്തി എൻവയോൺമെന്റ് ആയിരിക്കണം ലൗണ്ടറി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ഇപ്പൊ നമ്മുടെ ലൗണ്ടറി എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർന്നു. ഇതൊന്ന് നോക്കിയാൽ ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടോ? ലിനൻ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം 3 ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്: സെൻട്രലൈസ്ഡ്, ഡീസെൻട്രലൈസ്ഡ്, മിക്സ്ഡ്. സെൻട്രലൈസ്ഡിൽ ആരായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്? സെൻട്രൽ റൂം ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത് അല്ലെ. ലിനൻസുകൾ സർക്കുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും സെൻട്രൽ റൂം ആയിരിക്കുള്ളൂ. അതുപോലെ ഡീസെൻട്രലൈസ്ഡ് ലിനൻ സർവീസിന് ഡിഫറെന്റ് യൂണിറ്റിലായിരിക്കും ഉള്ളത്, അത് ആ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അതായത് വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിറ്റ്സിലായിരിക്കുള്ളൂ. ഇത് ആവശ്യത്തിനനുസരിച്ചിട്ടായിരിക്കുള്ളൂ ലിനൻ ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ മിക്സഡ് ലിനൻ സർവീസിൽ രണ്ടും വരുന്നുണ്ട് അല്ലെ, സെൻട്രലൈസ്ഡും വരുന്നുണ്ട്, ഡീസെൻട്രലൈസ്ഡ് സർവീസസും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ കീഴിലാണ് എന്താ എവറി ഹോസ്പിറ്റലില് ഏകദേശം എത്ര സെറ്റ് വേണം? 6 സെറ്റ്സ് ഓഫ് ലിനൻ ഫോർ ഈച്ച് ബെഡ്. ഓരോ ബെഡിനും 6 സെറ്റ്സ് ലിനൻ ആവശ്യമായിട്ട് വരുന്നു. പിന്നെ അതിന്റെ റൊട്ടേഷൻ പറഞ്ഞു, 2 സെറ്റ്സ് ഫോർ വാഷ്, 2 സെറ്റ്സ് ഇൻ യൂസ്, 2 സെറ്റ്സ് ഇൻ സ്റ്റോക്ക്. അങ്ങനെയാണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. 6 സെറ്റ് എന്നുള്ളത് റൊട്ടേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് കേട്ടോ. പിന്നെ അത് നേരിടുന്ന വെല്ലുവിളികൾ, challenges: loss of linen or theft, hospital acquired infection, lack of well-defined laundry hygiene process, high cost, breakdown of laundry machines. Okay. ഇനി ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ഏതെങ്കിലും ഒരു ഭാഗത്ത്?
law. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഒരു ചാപ്റ്റർ ഇപ്പോ ബിലോമിസ് സ്റ്റാർട്ട് ചെയ്തില്ലേ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. അതിന്റെ ഹാഫ് പോർഷൻ തുടങ്ങി ടീച്ചർ ആയിരിക്കും എടുക്കുന്നത് കേട്ടോ. അപ്പൊ ടൈപ്സ് തുടങ്ങി നാളെ അത് എടുക്കും. ടീച്ചർ ഒരു ഭാഗം എടുത്ത് തുടങ്ങിയിട്ടുണ്ട്, അതിന്റെ പകുതി പോർഷൻ തുടങ്ങി ടൈപ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം വരുന്നുണ്ട് അതില്. ബെനഫിറ്റ്സ് ആണ്, ടൈപ്പ് അല്ലേ. ഓക്കെ, അപ്പൊ അത് ഞങ്ങളായിരിക്കും എടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അതിൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, കാര്യം പറയുമ്പോൾ മനസ്സിലാവും. പക്ഷെ എവിടെ നിന്ന് തുടങ്ങി ഓരോ ചാപ്റ്റർ പകുതി വെച്ച് തുടങ്ങിയെന്ന് പറഞ്ഞ് വേറെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ അത് ട്യൂസ്ഡേക്കുള്ളിൽ നമുക്കത് തീർക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് റിവിഷൻ വേണ്ടേ. അപ്പൊ കിട്ടുന്ന ശനി ഞായറൊക്കെ മാക്സിമം ഇരുന്ന് പഠിക്കാൻ നോക്കാട്ടെ, എക്സാം അങ്ങ് അടുത്തു. ഓക്കെ, പിന്നെ സ്റ്റഡി ലീവ് 2 ദിവസം ഉണ്ടാവും. ആ സ്റ്റഡി ലീവ് മാത്രം നോക്കിയിരിക്കാൻ നോക്കണ്ട. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഇത്രയും വലുതാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പൊ തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് ആദ്യം പഠിക്കുക. പിന്നെ എക്സ്പാൻഷൻ ഫോംസുകൾ ഉണ്ടെങ്കിൽ അതിരുന്ന് പഠിക്കുക. പിന്നെ പ്രത്യേക ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്തത് അതൊന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, 3ഉം 4ഉം അല്ല എക്സാം. 3ഉം 4ഉം കൂടി ഒരുമിച്ചാണ് എക്സാം. 3rd മൊഡ്യൂളും 4th മൊഡ്യൂളും കൂടി ഒരുമിച്ചാണ് എക്സാം നടത്തുന്നത്. എക്സാമിന് മുമ്പ് ബാക്കി നിർദ്ദേശങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരും. അറിയാലോ, ഓൾറെഡി ഒരു എക്സാം എഴുതിയാക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടതൊക്കെ. അപ്പൊ കിട്ടുന്ന സമയം ഇനി പഠിക്കുക. റിവിഷൻ തുടങ്ങാം. ഇപ്പൊ ആ പോർഷനും കൂടി തീരാതെ പറ്റില്ലല്ലോ. നിങ്ങൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം മുതൽ റിവൈസ് ചെയ്യാം, പഠിക്കാം. മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പഠിക്കാം കേട്ടോ, ഫ്രണ്ട് ചെയ്യാം. ഓക്കെ, റിവിഷൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒക്കെ ആദ്യം ഒന്ന് തീർക്കാൻ നോക്കാം കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് ആണ് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വലിയ ചാപ്റ്റർ. പിന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ എല്ലാ കോഴ്സുകളും പഠിക്കുക, റെസ്പോൺസ് കോഴ്സുകൾ ഓരോന്ന് പഠിക്കുക. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മറ്റേ ചാപ്റ്ററിന് ഇപ്പൊ തുടങ്ങണ്ടാന്ന് ഓർത്തിട്ട് എടുക്കാനാണ് കേട്ടോ. നാളെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യാന്ന് ഓർത്തിട്ടാ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മൊഡ്യൂൾ 1ഉം 2ഉം പോലെ കോൺഫിഡൻസ് ഇല്ല. കോൺഫിഡൻസ് ഇല്ലാത്ത എന്താണ് ചാപ്റ്റേഴ്സ് ഒരു പ്രത്യേക തരത്തിലായതുകൊണ്ടാണ് അല്ലെ കോൺഫിഡൻസ് ഇല്ലാത്തത്. അത് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ തന്ന ക്വസ്റ്റ്യൻസുകൾ നന്നായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. ലാഗാണ് നമുക്കറിയാലോ, നമ്മൾ തുടങ്ങി പറഞ്ഞില്ല ഇതൊക്കെ ഭയങ്കര ട്രൈ ആയിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു സേഫ്റ്റി ഈ ലൗണ്ടറി ഒക്കെ മാത്രമായിരുന്നു പിന്നെ എളുപ്പമായിട്ട് തോന്നിയത് അല്ലെ. ബാക്കിയൊക്കെ പാടായിരുന്നില്ലേ ചാപ്റ്ററുകള്? ലൗണ്ടറി ഒക്കെ എളുപ്പമല്ലേടോ ഈ ചാപ്റ്റർ ഒക്കെ. ഒരു പേടിയും വേണ്ട, തന്നിരിക്കുന്ന മോക്ക് ടെസ്റ്റ് നന്നായിട്ട് പഠിക്കാം, അത്രേ ഉള്ളൂ. ലൗണ്ടറി ഒക്കെ ഈസിയാണ്. എക്സാം എടുക്കുമ്പോൾ ഒരു പേടിയും വേണ്ട, നിങ്ങൾ നല്ല കുട്ടികളല്ലേ. ഇന്ന് തുടങ്ങിയെങ്കിലും പഠിക്കാൻ നോക്കട്ടോ. മോക്ക് ടെസ്റ്റ് കംപ്ലീറ്റ് ആക്കുക. ഒരു 3 വട്ടമെങ്കിലും റിവൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എക്സാമിന് മുമ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം. ഒരു പേടിയും വേണ്ട, കോൺഫിഡന്റ് ആയിട്ടിരിക്കാം. ബെസ്റ്റ് വിഷസ് കേട്ടോ. സാഗര ഞാൻ നോക്കാട്ടോ. സാഗര പേര് എന്തായിരുന്നു ഇട്ടേക്കുന്നത്? ഓക്കെ, നോക്കാറോ. ഐശ്വര്യ അജിത്ത് പേരെന്താണോ? ഐശ്വര്യ. ഇപ്പൊ നിങ്ങൾ ഇട്ടിട്ടുണ്ടോ? റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടോ? ഇപ്പൊ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഐഷു ഇപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്യാം.